അവർ ഫ്ലൈസിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഞ്ചാര സുഹൃത്തുക്കൾക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന് പറയുന്നത്. ടേബിൾ ടോപ്പ് മൗണ്ടൻ സന്ദർശിക്കാതെ സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന ടൂറിസ്റ്റുകൾ പൊതുവെ പോവാറില്ല. സന്ദർശിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയാണ് ടേബിൾ മൗണ്ടൻ എന്ന് പറയുന്നത്. കേബിൾ കാർ വഴിയാണ് ഈ ടേബിൾ മൗണ്ടനിലേക്ക് നമ്മൾ പോവുക. ടേബിൾ മൗണ്ടന്റെ മുകളിലേക്ക് 360 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന റോട്ടറിംഗ് കേബിൾ കാർ വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നത്. ശരിക്കും 5-6 മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. ജൈവ വൈവിധ്യമാണ് ഈ ടേബിൾ മൗണ്ടന്റെ ഒരു സവിശേഷത എന്ന് പറയാം. മൗണ്ടന്റെ ടോപ്പിലെത്തിയിട്ട് ഒരു പരന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയതും വളരെ സമൃദ്ധവുമായ ഫ്ലോറൽ തദ്ദേശ രാജ്യങ്ങളിലൊന്നാണ്. 1500-ലധികം തദ്ദേശ വനസ്പതികൾ ഇവിടെ കാണപ്പെടുന്നു. മുകളിലെത്തി നോക്കിയാൽ കേപ്പ് ടൗൺ നഗരം, അറ്റ്ലാന്റിക് സമുദ്രം, റോബൻ ഐലൻഡ്സ്, ലയൺസ് ഹെഡ് മൗണ്ടൻ, സിഗ്നൽ ഹിൽ എന്നിവ സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും. കാഴ്ചയ്ക്ക് അതിമനോഹരമായ ഒരു പ്രദേശമാണ് ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഈ കേബിൾ കാർ വഴി വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 മണിക്കൂറാണ് ഞങ്ങൾ ഈ ടേബിൾ ടോപ്പ് മൗണ്ടന്റെ മുകളിൽ ചെലവഴിച്ചത്. സഞ്ചാരികളൊക്കെ പ്രധാനമായും ഒരു പ്രകൃതിജന്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഹൈക്കിംഗ് ട്രെയിലുകൾ വഴി കാൽനടയായും മലമുകളിൽ എത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതിന് മണിക്കൂറുകൾ എടുക്കും എന്നാണ് പറയുന്നത്. ഡസീസ് എന്നറിയപ്പെടുന്ന ചെറുതായിട്ടുള്ള ഹിരണി പോലെ കാണുന്ന മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷികൾ, ഇലഞ്ഞിപ്പൂക്കൾ, മറ്റു ചെറു ജീവികളും എല്ലാം തന്നെ ഈ പ്രകൃതി മനോഹാരിതയ്ക്ക് ചാരുത പകരുന്നു. പോകുന്ന വഴിയാണെങ്കിലും അതിമനോഹരമായ ദൃശ്യ വിസ്മയങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇതുപോലൊരു മല രൂപം കൊണ്ടത് മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂമിയിലെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നതാണ് സവിശേഷത. പരിവർത്തന കല്ലുകൾ, ഗ്രാൻഡ്സോൺ, ഗ്രാനൈറ്റ് എന്നിവയുടെ ആധാരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. ടേബിൾ മൗണ്ടൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ടേബിൾ മൗണ്ടൻ എന്ന് പറയുന്നത് ലോക ശ്രദ്ധ നേടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂ 7 വണ്ടേഴ്സ് ഓഫ് നേച്ചർ എന്നാണ് ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന അതിമനോഹരമായ ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വളരെ അപൂർവം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശങ്ങൾ മാത്രമാണ് ഇങ്ങനെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിക്കാറുള്ളൂ. 7 നാച്ചുറൽ വണ്ടേഴ്സ്
പ്രകൃതിജന്യമായ അത്ഭുതങ്ങൾ അത് 7 എടുത്താൽ അതിലൊന്ന് ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻ ആണ് എന്നാണ് പറയുന്നത്. പടങ്ങൾ, ട്രാവൽ പ്ലാൻ അല്ലെങ്കിൽ ടേബിൾ മൗണ്ടൻ സന്ദർശിച്ചയാളുടെ അനുഭവങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് ആസ്വാദ്യകരമായ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു എന്നുള്ളത് മാത്രമാണ്. മാർച്ച് മുതൽ മെയ് അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഈ കേബിൾ ടോപ്പ് മൗണ്ടൻ കാണാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത്. കാറ്റ് കുറവായ ദിവസം കേബിൾ കാർ പ്രവർത്തിപ്പിക്കുന്നു. വലിയ കാറ്റും കോളുമൊക്കെ നിറഞ്ഞ സമയമുണ്ടാകുമ്പോൾ കേബിൾ കാറിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് നടന്നു കയറുക എന്നുള്ളതാണ്. നടന്നു കയറുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാറ്റ് കുറവായ ദിവസങ്ങൾ ഈ കേബിൾ കാറിൽ കയറാൻ ലഭിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. യാത്രയ്ക്ക് മുൻപ് നമ്മുടെ കാലാവസ്ഥ ശരിയായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് അവര് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അവിടെ നിന്നുള്ള പ്രകൃതിജന്യമായിട്ടുള്ള കാഴ്ചകളും സൂര്യാസ്തമയങ്ങളും എല്ലാം തന്നെ നമുക്ക് വലിയ സന്തോഷം പകരുന്നതാണ്. കേപ്പ് ടൗൺ ദക്ഷിണാഫ്രിക്കയിലെ തീരദേശ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും നല്ല കാഴ്ചകളിൽ ഒന്നാണ് ടേബിൾ ടോപ്പ് മൗണ്ടൻ. ഈ പർവ്വതത്തിന്റെ മുകളിൽ മേശ പോലെ ഒരു ഫ്ലാറ്റായി ആകൃതിയിൽ അതിന്റെ പ്രത്യേകമായ രീതിയിൽ ടേബിൾ ടോപ്പ് എന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ തന്നെ, അതുകൊണ്ടാണ് ടേബിൾ ടോപ്പ് എന്ന് പേര് വന്നത് എന്നാണ് പറയുന്നത്, ഉള്ള ഒരു പ്രദേശമായിട്ട് നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. പർവ്വത ശൃംഖലകളുടെ പ്രധാന ഭാഗം ഒരു പ്ലാറ്റ്യൂ പോലെയാണ്. ഏകദേശം 3 കിലോമീറ്റർ നീളവും 1085 മീറ്റർ ഉയരവും ഉയരത്തിലും സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന മികച്ച സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്